എടാ ടിൻഡു, നീ എങ്ങോട്ടാ? ഞാനെന്റെ ബാങ്ക് വരെ ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം. ഒരു ലോൺ എടുത്ത് സ്വന്തം കാശ് കൊണ്ട് പഠിക്കണം. ഇനി എങ്ങനെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്ത് പറ്റി ഇങ്ങനൊരു മനംമാറ്റം വരാൻ? ഫീസ് അടയ്ക്കാൻ അച്ഛൻ തന്ന കാശുകൊണ്ട് നീ മിഠായി വാങ്ങിക്കാനല്ലേ? ആ കാശുകൊണ്ട് ഞാൻ ഡുണ്ടുവാളൊക്കെ ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്തു. ഇനി ഫീസ് അടയ്ക്കാൻ ലോൺ എടുക്കാൻ നിവർത്തിയുള്ള മോനെ. ഹോ, നിന്റെ ഒരു കാര്യം ഇല്ലടാ. ബാങ്കിലേക്ക് അതിലെയല്ലേ പോണ്ടത്? നീ എന്താ ഇതിലേ പോകുന്നത്? ഇതിലെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ടിൻഡു ആരാ മോൻ? ഹോ, ഇവനൊരു സംഭവം തന്നെ. നാട്ടിലെ എല്ലാ ഊടുവഴികളും അവനറിയാം. ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നല്ലോ, തിരിച്ചു പോയാലോ? അല്ലേ വേണ്ട, ആ ചിഞ്ചു കണ്ട സകല ഇമേജും പോവും. ദൈവമേ കാത്തോളണേ. അയ്യോ അയ്യോ, രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, വെള്ളത്തിൽ വീണേ, അയ്യോ രക്ഷിക്കണേ. മോനെ 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 മോനൊന്നും പറ്റിയില്ലല്ലോ? താനാണോ എന്നെ രക്ഷിച്ചത്? അതെ, ഞാനാ മോനെ രക്ഷപ്പെടുത്തിയത്. എങ്കി പറയടോ, എന്റെ ഒരു ഷൂ എവിടെ? എടോ, ചെയ്യുന്ന ജോലിയോട് ഒരു ആത്മാർത്ഥത വേണം. ആത്മാർത്ഥത. ഏതായാലും വെള്ളത്തിൽ ചാടി. എങ്കി പിന്നെ ആ ഷൂ കൂടി എടുത്തു തന്ന എന്തായിരുന്നു? എവിടുന്ന് വന്നടാ ഇവൻ? ഇക്കാലത്ത് ഒരുത്തനെ സഹായിക്കരുതെന്ന് പറയുന്ന ഇതാ. നിനക്ക് എന്ത് പറ്റി? എങ്ങനെയാ നീ വെള്ളത്തിൽ വീണത്? പുല്ലേ, വെള്ളത്തിൽ വീണിട്ടൊരു വിധത്തിലാ ഞാൻ രക്ഷപ്പെട്ടത്. ഇനി എങ്ങനെയാ വീണത് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ വീടും ചാടണോ? നിങ്ങൾ തന്നാലുണ്ടല്ലോ. ആരെ കാണാനാ? ആരെയാ കാണേണ്ടതെന്ന് പറഞ്ഞാ ഇങ്ങോട്ട് വിളിച്ചു കാണിച്ചു തരും കേട്ടോ. എനിക്ക് ദൈവത്തെ കാണണം. എന്താ കാണിച്ചു തരൂ? എടോ, എനിക്ക് മാനേജറെ കാണാനാ. ഞാൻ മൂപ്പരുടെ സ്വന്തം ആളാ. മേ ഐ കമിങ്? യെസ്. എനിക്കൊരു എഡ്യൂക്കേഷൻ ലോൺ വേണം സാർ. മോനെന്താ വെള്ളത്തിൽ വീണോ? ഏയ് അല്ലല്ല, കുളിച്ചിട്ട് തല ഓർത്താൻ സമയം കിട്ടിയില്ല. പഠിക്കുന്ന തിരക്കിലായിരുന്നു. വെരി ഗുഡ്. മോനെ പോലെ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഞങ്ങളുടെ ബാങ്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ലോൺ കൊടുക്കുന്നത്, അറിയോ? അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ലോൺ തരണ്ട. നല്ല മനസ്സോടെ ആണെങ്കിൽ മാത്രം മതി. അയ്യോ മോനെ, അതല്ല, പലിശ ഇല്ലാതെ തരാമെന്നാ പറഞ്ഞത്. പക്ഷേ അതിന് സെക്യൂരിറ്റി വേണം. മോൻ പഠിച്ചില്ലേലും ബാങ്കിന് കാശ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഇവിടെ വാദിക്കാൻ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, അയാള് പോരെ? അയ്യോ, ഈ ചെക്കനെ കൊണ്ട് ആ സെക്യൂരിറ്റി അല്ല മോനെ. മോന് ബാങ്ക് തരുന്ന കാശിന് സ്വന്തം ജാമ്യമോ അല്ലെങ്കിൽ ആൾ ജാമ്യമോ വേണം. സ്വത്ത് അതല്ല, പിന്നെ ആൾ ജാമ്യം. അത് സാറ് തന്നെ എനിക്ക് ജാമ്യം തന്നാ പോരെ? മോനെ, അതിന് നമ്മൾ തമ്മിൽ യാതൊരു പരിചയവും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ ജാമ്യം നിൽക്കുക? ഓ, അത്രയുള്ളൂ. എന്നാ നമുക്ക് പരിചയപ്പെടാം. ഞാൻ 4ാം ക്ലാസ്സിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്നു. ഹൗസ് നമ്പർ 10, ഗാന്ധിനഗർ കോളനി. ഇനി സാറിന്റെ പേരും അഡ്രസ്സും പറ.